ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം അധ്യാപകരിലേക്ക് നീളുന്നു. സർക്കാർ എയ്ഡഡ് സ്കൂൾ അധ്യാപകർ MS സൊല്യൂഷനുമായി സഹകരിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തലിന് പിന്നാലെയാണ് നടപടി. അഭിന തന്നെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. അഭിന, ഇവരെ ചോദ്യം ചെയ്യൽ നടപടികൾ എപ്പോഴാണ് ഉണ്ടാവുക? അതേസമയം എങ്ങനെയൊക്കെയാണ് ഇനി അടുത്ത ഘട്ടത്തിലേക്കുള്ള നടപടികൾ കടക്കുന്നത്? ഈ MS സൊല്യൂഷന്റെ മേധാവികളും അതുപോലെയൊക്കെ അവരുമായൊക്കെ ഇനി ചോദ്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, അവരുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇത് എവിടെ നിന്നാണ് ചോർന്നത് എന്ന് കണ്ടെത്തണം. എങ്ങനെയൊക്കെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? ഭദ്ര, ഇപ്പോൾ ഈ ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. കൂടാതെ മറ്റ് അധ്യാപകരുടെ എല്ലാം ഈ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവരും അതുപോലെ തന്നെ സർവീസിൽ നിന്നും വിരമിച്ചിട്ടുള്ള അധ്യാപകരുടെ അടക്കം ഈ മൊഴി എടുത്തിട്ടുണ്ട്. ഇനി അന്വേഷണ സംഘത്തിന് ഈ ഷുഹൈബിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഷുഹൈബിനെ ഉടൻ തന്നെ വിളിച്ച് ചോദ്യം ചെയ്യൽ ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അധ്യാപകരുടെ ചോദ്യം ചെയ്യലെല്ലാം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ കോൺഗ്രസ് ശക്തമായ രീതിയിൽ തന്നെയാണ് പ്രതിഷേധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സർക്കാർ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഷുഹൈബിനെ എല്ലാം സംരക്ഷിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം തുടരുന്നതെന്നും അതുകൂടാതെ തന്നെ ഈ MS സൊല്യൂഷൻ എന്ന് പറയുന്നത് ചെറിയൊരു കണ്ണി മാത്രമാണ്. ഇതിന് പിന്നിൽ വലിയൊരു മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് DCC പ്രസിഡന്റ് ആയിരിക്കുന്ന പ്രവീൺ കുമാർ പറയുന്നത്. ഇതിന് പിന്നിൽ വലിയൊരു വമ്പൻ സ്റ്റാഫുകൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് CPM ഒരു കുടപിടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ പറയുന്നത്. അതുകൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം KSU ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന VT സൂരജും ശക്തമായ രീതിയിൽ രൂക്ഷ വിമർശനം തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രിയെയും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിനെതിരെയും ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അതുകൂടാതെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ KSUവിന് പിന്നാലെ ഇടതുപക്ഷ യുവജന സംഘടനയായ CPIയിലെ AIYF MS സൊല്യൂഷന്റെ പരാതിയുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇത് പ്രധാനമായും അവർ പറയുന്നത് അശ്ലീല പരാമർശം KSU ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന VT സുരേഷ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുകയുണ്ടായി. ഈ വീഡിയോയ്ക്ക് അകത്ത് വിദ്യാർത്ഥികൾ 10ാം ക്ലാസ് പഠിക്കുന്നതും അതുപോലെ തന്നെ +2 വിദ്യാർത്ഥികൾക്ക് നേരെയും അശ്ലീലപരമായ രീതിയിൽ സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെതിരെ കർശനമായ നടപടിയെടുക്കണം, പോക്സോ വകുപ്പ് ചുമത്തി കേസെടുക്കണമെന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു VT സുരേഷ് പറഞ്ഞിരുന്നത്. എന്നാൽ അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് AIYF ഇപ്പോൾ പരാതിയുമായി നേരത്തെ തന്നെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഈ പരാതിയിൽ പ്രധാനമായും അവർ പറയുന്നത് ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലടക്കം വീഡിയോ ചിത്രീകരിച്ചിരുന്നു. ഈ വീഡിയോക്കെതിരെയാണ് AIYF പരാതി നൽകിയിരിക്കുന്നത്. കൊടുവള്ളി പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയിരുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊടുവള്ളി പോലീസ് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചിരുന്നു. ഇതേ തുടർന്ന് ഇപ്പോൾ ഈ വീഡിയോ പിൻവലിച്ചതിന് പിന്നാലെ ഇപ്പോൾ മെറ്റയോട് വിശദീകരണം തേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു കേസിൽ ഇപ്പോൾ മെറ്റയോടുള്ള വിശദീകരണം എല്ലാം തേടിയതിനു ശേഷമായിരിക്കും കൂടുതൽ നടപടികൾ ഉണ്ടായിരിക്കുക. എന്നാൽ ഈ ഒരു കോൺഗ്രസ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത് സർക്കാർ ഇതിന് കൂട്ടുനിൽക്കുന്നുണ്ട്, CPMലെ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് CPMലെ ആളുകളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും എന്നൊരു പേടി കൊണ്ടാണ് ഈ ഒരു അന്വേഷണം ഒരു പ്രവർത്തനം മാത്രമായി തീരുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം എങ്ങും എത്താതെ ഇങ്ങനെ ഒരു മെല്ലെപ്പോക്ക് സംവിധാനം നടക്കുന്നത്. അതുകൊണ്ടാണ് എന്നുള്ള രീതിയിലാണ് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ അന്വേഷണം വേണം എന്നുള്ളൊരു കടുത്ത ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇതിന് വേണ്ട രീതിയിൽ നടപടി എടുത്തില്ലെങ്കിൽ കോൺഗ്രസ് ഈ ഒരു ഇടപെടും എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ പറയുന്നത്. ചോദ്യപേപ്പർ ചോർച്ചയിലാണ് ഇപ്പോൾ അന്വേഷണം അധ്യാപകരിലേക്കും നീളുന്നത്. എന്തായാലും സർക്കാർ എയ്ഡഡ് സ്കൂളിലെ അധ്യാപകർക്ക് ഈ MS സൊല്യൂഷനുമായി സഹകരണമുണ്ട് എന്നുള്ളൊരു കണ്ടെത്തലുണ്ടായി. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അതേസമയം കുന്ദമംഗലം AEOയുടെ മൊഴിയും രേഖപ്പെടുത്തും. അഭിന പിച്ചറക്കിലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.